ഹലോ, ജാക്കുലിൻ അല്ലേ? എന്നെ മനസ്സിലായോ? ഞാൻ കൃഷ്ണയായിരുന്നു. ആ, അപ്പൊ ഞാനിപ്പോ നാട്ടിലില്ല, ഞാനിപ്പോ ആഗ്രയിലാണ്. ആഗ്ര. ഞാൻ ആഗ്രയില് താജ്മഹാള്, ആഗ്ര ഫോർട്ടൊക്കെ കാണാൻ പോയേക്കുമായിരുന്നു. അപ്പോ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹാൾ കണ്ടപ്പോ അതെല്ലാവരെയും വിളിച്ച് പറയണോന്ന് വിചാരിച്ചിട്ട് ഞാൻ സുഹൃത്തുക്കളെയൊക്കെ വിളിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ജാക്കുലിനെ വിളിച്ച് പറയാന്ന് വിചാരിച്ചു. ആ കണ്ടു. പുളി എന്ത് വലുപ്പം അതിന്, ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. അല്ല, ഫാമിലി ആയിട്ട്. ഇപ്പൊ അവിടെയാണ്. ഇന്ന് 10:20 ട്രെയിനിന് തിരിച്ചു വരും. ആ ഇനി എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് കള്ളമാണ്. ഞാൻ നാട്ടിലില്ല. ഞാൻ അവിടെയല്ല, നാട്ടിലാണ്. യെസ്, നമുക്ക് എല്ലാരും വിളിച്ച് പ്രാങ്ക് ആക്കാം. എല്ലാവരും വീട്ടില് ചുമ്മാ ബോറടിച്ചിരിക്കല്ലേ, അപ്പൊ ഇങ്ങനെ ഓരോരോ കോളൊക്കെ ചെയ്യണം. കുറച്ച് ഏറെ പേരായി. അഹല്യനെ വിളിച്ചു, അഹല്യ പ്രാങ്കായി. പിന്നെ അന്ന എബിലിനെ വിളിച്ചു, അതും പ്രാങ്കായി. അവര് വിശ്വസിച്ചെന്ന്. ആ അതാണ്. എന്നാ ശരി, ബൈ. ആ ബൈ. ഹലോ കാവ്യ, എന്നെ മനസ്സിലായോ? ആ അതെ, ട്രെയിനിന്. ആ ഉണ്ടായിരുന്നു. പൊളിയായിരുന്നു. അല്ല, ഇന്ന് 10:20 ട്രെയിനിന് തിരിച്ചു വരാം. അതെ. ഇനി എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ പോയിട്ടില്ല. അതൊരു പ്രാങ്കിന്റെ വീഡിയോ ബന്ധപ്പെട്ടു. അതെ. ആരോട്? പറ്റിക്കാൻ വേണ്ടി പറയുന്നുണ്ട് സാറേ. അല്ലേ സാറല്ലേ? പക്ഷെ പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയുന്നതെന്ന് പറയണം. ഞാൻ പോയിട്ടില്ല. ഞാന് കുറച്ചുപേരെ വിളിച്ചു. അതൊക്കെ ഓരോരോ ഗൂഗിളിൽ തപ്പിയിട്ട്. താങ്ക് യു. പോയി സ്റ്റോറി ഒക്കെ നമുക്ക് ഇന്ന് പോകാൻ പറ്റുന്ന പറഞ്ഞു ആണോ? വേറെ പറ്റിച്ചോ? ആ, കുറച്ചുപേരെ പറ്റിച്ചു. വിശ്വാസിക്കല്ലായിരുന്നു സ്റ്റാറ്റസ് കണ്ടുമ്പോഴത്തേനും. പക്ഷെ എന്നാലും താജ്മഹലൊക്കെ പറഞ്ഞ് ഞാൻ അതിന് പോയി കണ്ടു. എന്നാ ശരി. ആ ശരി, എന്നാ പറ്റിച്ചതിന് നന്ദിയുണ്ട്. ഓക്കെ, ബൈ. ടേക്ക് കെയർ. ഹലോ, ഇപ്പൊ ഫ്രീ ആണോ? ആ, ഞാനിപ്പോ നാട്ടിലില്ല. ഞാനിപ്പോ ആഗ്രയിലാണ്. ആരും പറഞ്ഞു? ഞാൻ ഇന്ന് തിരിച്ചു വരും. ചുമ്മാ കറങ്ങ. അതെ, ഞാൻ ആഗ്ര ഫോർട്ടും താജ്മഹാളും കാണുമ്പോ അച്ഛനും അമ്മയും ഞാനും മിനിഞ്ഞാന്ന്. ഇപ്പൊ എവിടെയാ? ഇവിടെ ഞാൻ ആഗ്രക്കാങ്ക് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നു. അത് റെയിൽവേ സ്റ്റേഷന്റെ ഒരു റൂം എടുത്തിട്ട് അവിടെയാ, അകത്ത. എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, ഞാൻ ഈ താജ്മഹാളും ആഗ്രയൊക്കെ കണ്ടില്ലേ.
ഞാൻ ഫോട്ടോ ഒക്കെ ഇട്ടായിരുന്നു. എനിക്കൊന്ന് വിശ്വസിക്കാൻ മേലെ. വിശ്വസിക്കാം. ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. വേറൊരാള് പറഞ്ഞിരുന്നോ വിശ്വസിക്കുക. ഞാനാരാ? ഞാനായോണ്ടാണ്. അതെ. എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ അവിടം വരെ പോയി. ഞങ്ങൾക്ക് എന്നാ കൊണ്ടിരുന്നേ? എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാം. ഇവിടെ എന്നാ കണ്ടേ? ഇവിടെ എന്നാ താജ്മഹൽ കണ്ട്, താജ്മഹലിന്റെ ചുറ്റും നടന്നുണ്ട്, അകത്തോട്ട് കയറിയില്ല. അതിന് എക്സ്ട്രാ 250 രൂപ കൊടുക്കണം. പക്ഷെ ഈ താജ്മഹലിന്റെ ഭംഗി അതിന്റെ പുറം ഭാഗത്താണല്ലോ, അത് കാരണം 50 രൂപ കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ചുറ്റും നടന്നുണ്ട്. അപ്പോൾ ഇവിടെ നദിയൊക്കെ കണ്ട് ഞാൻ അവിടെ നിന്ന് ഫോട്ടോ കിട്ടും. പിന്നെ നമ്മൾ ആഗ്ര ഫോട്ടോ പോയി. അവിടെ നിന്ന് ആഗ്ര ഫോട്ടോയ്ക്ക് ഒരു 40 രൂപ കൊടുക്കും. അവിടെ ചെന്ന് അതിനകത്ത് കയറി ആഗ്ര ഫോട്ടോ നമുക്ക് താജ്മഹലാണ് ഏറ്റവും മികച്ചത്. നല്ല വ്യൂ. ഇപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, അവിടെയൊക്കെ പോയില്ലേ? അപ്പൊ ഇല്ലേ നോക്കാം. ഞാനിത് പറയുന്നുണ്ട്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഊഹിക്കാൻ പറ്റുമായിരിക്കും. പറ്റിച്ചതാ. ഒട്ടും വിശ്വാസമില്ല. ആ ഫോട്ടോ കണ്ടാൽ അറിയത്തില്ലേ? അത് ശരിയാ. ശരിയാ. ഇത് പോയെന്നൊക്കെ പറഞ്ഞ സ്റ്റാറ്റസ് ഇട്ടോ. അത് ഒരു ത്രില്ല്, എല്ലാരും വിശ്വസിക്കണല്ലോ. കണ്ടന്റ് ഒന്നും കിട്ടിയില്ലല്ലോ ഇപ്പൊ. ഇല്ലെന്നേ, ഇതും എന്റെ ഐഡിയ അല്ല. പിന്നെ ആദിത്യ ഉദയകുമാർ ഭയങ്കര ബുദ്ധിയായിട്ട് അവരോട് ചെന്ന് പറയണം. പറഞ്ഞു. എന്നാ ശരി. ശരി. ഹലോ, ലക്ഷ്മി ഫ്രീ ആണോ? ലക്ഷ്മി തന്നെ വിളിച്ചേ. ഫ്രീ അല്ലേ? അതറിയാം. ഇപ്പൊ ഫ്രീ അല്ലേ? ഞാനിപ്പോ നാട്ടിലില്ല. അല്ല, ഞാൻ ആഗ്രയ്ക്ക് പോയത്. മഹാരാഷ്ട്ര വഴി ആഗ്രയ്ക്ക്. അല്ല, അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതാ. ഇവിടെ ഫുള്ള് വൈബാണ്. അതെ, താജ്മഹൽ കണ്ട്, പിന്നെ ആഗ്ര ഫോർട്ടും കണ്ട്. അപ്പൊ ഇന്നിനി രാത്രി 10:20 ട്രെയിനിന് തിരിച്ചു വരും. ഇന്ന് രാവിലെ ഒരു 11:30 ആയപ്പോ എത്തി. പിന്നെ നേരെ താജ്മഹലിലോട്ട് ചെന്നു. അവിടെ ചെന്നിട്ട് നല്ല ഇതാ. നമ്മളിപ്പം ഫോണിൽ കാണുന്നത് നല്ല വലിപ്പമാ. ഞാൻ ഇത്ര വലിപ്പം പ്രതീക്ഷിച്ചു. ഭയങ്കര ഇതാ. പിന്നെ അതിന്റെ സൈഡില് മറ്റേ എവിടാമതിയൊക്കെ കാണാം. പൊളിയാണ്. അതെ. ഇനി എനിക്ക് വേറെ കാര്യം പറയാനുണ്ട്. ഇത് ഫ്രാങ്ക. ഇത് ചുമ്മാ വിളിച്ചതാ. ശരിക്കും ഞാൻ പോയിട്ടില്ല. അതെ, നമ്മുടെ ക്ലാസ് ഫുള്ള്. അതെ, കണ്ടന്റ് ആണ്. വിശ്വസിച്ചില്ലേ? ഇപ്പൊ കുറച്ചു പേരെ ആയി. അത് കട്ടായി പോയതാ. അപ്പൊ ഒരുപാട് പേരെ ആയി. ഇപ്പൊ അൻസുവിന്റെ അച്ഛനെ എടുത്ത. അൻസുവിനെ വിളിപ്പിക്കാന്ന് പറഞ്ഞു.
എല്ലാവരും കൊള്ള ഐഡിയ. ഉം. എനിക്ക് പ്രതീക്ഷിച്ചില്ല. ആ വീഡിയോ ഒക്കെ എടുത്ത് അറിയാനും. എന്ത് ഞാനിതുവരെ വീഡിയോ കംപ്ലീറ്റ് ആക്കി എടുത്തില്ല. എല്ലാവരെയും വിളിക്കണം ഇനി. കുറച്ചു നേരം ഉണ്ട് ഇനി. ടിക്കറ്റ് ഇടണേ, ഞാൻ കാണാം. ആ പിന്നെ ഓൾഡൊക്കെ. ഓക്കെ. എന്നാ ശരി. ആ ഓക്കെ ബൈ. ലീനയുണ്ടോ? ആരായിരുന്നു? ഞാൻ ലീനയുടെ കൂടെ പഠിച്ചതാ. നിങ്ങളുടെ കൂടെ പഠിച്ചത് എത്രയുടെ ഡ്രസ് കഴിഞ്ഞു? ആ +2 കഴിഞ്ഞു. ഇല്ല ഇല്ലല്ലോ. ഇല്ലേ? എന്തെങ്കിലും പറയാനാണോ? ആ ഞാനൊരു ടൂറ് പോയതിനെ പറ്റി പറയാനായിരുന്നു. ലീനയ്ക്ക് നമ്പർ ഉണ്ടോ? ഇല്ലേ? ആ എന്നാ ശരി. എവിടെ ടൂർ പോയോ? ഞാൻ ആഗ്രയില്. ആഗ്ര. ആ ആന്ധ്രയാണോ ആഗ്രയാണോ? ആഗ്ര. മറ്റേ താജ്മഹലൊക്കെ കണ്ടോ? ആ കണ്ടു. പേരെന്നാ? കൃഷ്ണ. വീട്ടിൽ പോയത്? ആ അതെ, എങ്ങനെ പോയി? ട്രെയിനോ ഫ്ലൈറ്റിനോ? ട്രെയിനിന്. ഇവിടെ കോട്ടയത്താണോ വീട്? അതെ. ഞാൻ പറഞ്ഞേക്കാം. തെറ്റില്ല, വിളിച്ചെന്ന്. ഉം. ആ ഓക്കെ ശരി. ആ ഉം. ആ ആ പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. ഞാന് എല്ലാ കൂട്ടുകാരെയും വിളിച്ച് ഇങ്ങനെ പറ്റിക്കുവാണ്. അപ്പം ആ ലീനിയനെ വിളിച്ചതാ. ആ ഇനി ഞാൻ ബികോമിന്. ആ താങ്ക് യു. ശരി. ആ ഹലോ, ഇപ്പൊ ഫ്രീ മാറിയോ? അല്ല ഫ്രീ അല്ലല്ലോ. ആ ഫ്രീ ആണല്ലോ. ആ ഞാനിപ്പോ നാട്ടിലല്ല, ഞാൻ ആഗ്രയിലാണ്. ആ അല്ലെന്ന്, ഞാൻ ആഗ്രയില. കുയ്യോ പ്രാങ്കോ അല്ല, ഞാൻ ശരിക്കും ആഗ്രയില. എന്റെ സ്റ്റാറ്റസ് ഒക്കെ കണ്ടില്ലേ? അതെന്ന് ഞാൻ ആഗ്രഹം പഠിക്കാൻ പോയെന്നല്ല ഉദ്ദേശിച്ചേ. ഞാൻ അവിടെ കറങ്ങാൻ പോയി. ഞങ്ങൾ അലിയനും ഒന്ന് കറങ്ങാൻ പോകുന്നു. തൽക്കാലം മാത്രം മനസ്സിലാക്കാൻ മതി. അലിയ നമുക്ക് ഇറങ്ങാം. ഈ കറങ്ങലല്ല, നമുക്ക് അവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങണ്ടേ? അല്ലെന്ന് ഫോട്ടോ അയച്ചുതരാം, അപ്പൊ മനസ്സിലാവല്ലോ. ആ ചുമ്മാ കറങ്ങാൻ പോയതാ. ഫോട്ടോ കണ്ടോ? ഇപ്പൊ വിശ്വാസമായില്ലേ? എടുത്തോ? അതോ അത് ശരിക്കും പോയതാ. വേറൊരു ഫോട്ടോ കാണിക്കാം. ഇപ്പൊ അപ്പൊ ശരിക്കും യമുനാ നദിയുടെ കരയിൽ ഞാൻ നിൽക്കുന്നു. അല്ലല്ലല്ല, വേറൊന്നും കാണിക്കാം. ആഗ്ര ഫോർട്ടിൽ ഞാൻ നിൽക്കുന്ന ഒരു ഇതുണ്ട്, അതെന്തായാലും മനസ്സിലാവും. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ശരിക്കും പറഞ്ഞാന്ന്? അതെ, ആഗ്ര നല്ല തണുപ്പാണ്. ഞാനാണെങ്കിൽ വ്യാഴാഴ്ച അവിടുന്ന് പുറപ്പെട്ടു. ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ എത്തി. നേരെ താജ്മഹൽ ചെന്നു. എന്നിട്ട് അവിടെ എല്ലാം കറങ്ങി. എന്നിട്ട് ഞാൻ ആഗ്ര ഫോർട്ടിൽ ചെന്നു, അവിടെ കറങ്ങി. ഇപ്പൊ ഞാൻ ഫാമിലി ആയിട്ട് എടുത്തില്ല. അച്ഛനമ്മ സമ്മതിക്കത്തില്ല. അവർക്ക് ഇതിലൊന്നും താല്പര്യമില്ല, ബാക്കിയുള്ളവരെ പറ്റിച്ച് വിളിക്കാന്. അതെ അതെ, ഞാൻ പറ്റിക്കാൻ വേണ്ടി വിളിച്ച പ്രാങ്ക്. യെസ്, മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അങ്ങോട്ട് തീർപ്പിക്കും. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പ്രാങ്ക്? ശരി, ഒരു നമുക്ക് നേരത്തെ തന്നെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ട് ഞാൻ അടുത്ത പ്രാങ്ക് ആക്കാം. നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യാം. സെറ്റ്. ആ അതേന്ന് ക്ലാരിറ്റി ഉള്ളൊരു ഫോട്ടോ കിട്ടിയില്ല അവിടുത്തെ. കിട്ടിയത് വെച്ച് ഞാനങ്ങ് ഇട്ടിരിക്കും.
യഥം വലം നോക്കാതെ ചെയ്തിരിക്കും. കവിനൊക്കെ വിളിച്ചോ? ആ കാവ്യനെ വിളിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? കാവ്യ വിശ്വസിച്ചു. കാവ്യയുടെ ഒരു കസിനോട് വരെ പറഞ്ഞു കൊടുത്തു. ഞാൻ പോയി ഞാനൊക്കെ ലൈഫ് അടിച്ചു കൊടുത്തു. എന്നാലും കൊള്ളായിരുന്നു. ആ താങ്ക് യു. നീ പക്ഷെ കുറച്ച് നേരത്തെ പറയാൻ നമുക്ക് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി തെറ്റാക്കാൻ. ശരി, ഇനി അടുത്ത റാങ്ക് ആവട്ടെ, നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ എന്നാ ശരി. ആ മേരിയാണോ? ഞാൻ മേരിയുടെ കൂട്ടുകാരിയാ. ഞാൻ കൃഷ്ണയാ, മേരിയുടെ കൂട്ടുകാരി. ആ മതി. 1 hour later. ഹലോ മേരി, ഇപ്പൊ ഫ്രീ ആണോ? ആ ഞാൻ വിളിച്ചത്, ഞാനിപ്പോ നാട്ടിലില്ല. ഞാനിപ്പോ ആഗ്രയിലാണ്. ഞാൻ ആഗ്രയില് ടൂറ് പോയത്. അയ്യോ അല്ല. ആ ഞാനിപ്പോ അവിടെ താജ്മഹാളും ആഗ്ര ഫോട്ടോ ഒക്കെ കണ്ടു. അപ്പൊ അത് വിളിച്ച് പറയാന്ന് വിചാരിച്ചു. ഉണ്ട്. ആ ഞാന് സ്റ്റാറ്റസ് ഇട്ടത് കണ്ടില്ലേ? ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. അവിടെ പോയിട്ട് നല്ലതാ. ഫാമിലി ആയിട്ടാ പോയത്. അത് ഇന്ന് ഇവിടെ എത്തിയതേ ഉള്ളൂ. അല്ല, ഞങ്ങള് വ്യാഴാഴ്ച ട്രെയിനിൽ നിന്ന് കേറി. ഇന്നിവിടെ ഒരു ഉച്ചയൊക്കെ ആയപ്പോ എത്തി. അപ്പൊ ഇവിടെ എല്ലാം കണ്ട് ഇനി രാത്രി 10:30 ട്രെയിനിന് തിരിച്ചു വരും. അങ്ങനെ. അതിന് വേറൊരു കാര്യം പറയാനുണ്ട്. മേരി നേരത്തെ ഊഹിച്ചത് തന്നെ. ഓ എനിക്ക് അപ്പോഴേ തോന്നി. അതെ, ഞാൻ പറ്റിക്കാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ഓക്കെ ഓക്കെ ശരി, ബൈ. ഓക്കെ. മെറിനെ വിളിച്ചിട്ട് ഇതാണ് സ്ഥിതി, എടുക്കുന്നില്ല. അതെന്ത് പറ്റി? മെറിനെ പ്രാങ്ക് ആക്കാൻ പറ്റിയില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരുന്നപ്പോൾ മെറിൻ ഓൺലൈൻ പിന്നെ ഒന്നും നോക്കിയില്ല, പ്രാങ്ക് ആക്കാൻ നോക്കി. പ്രാങ്ക് ആയോ അല്ലയോ എന്നൊക്കെ വഴി അറിയാം. ഞാൻ ഇന്നാള് മെറിനെ വിളിച്ചായിരുന്നു. അപ്പോൾ എന്താ ഫോൺ എടുക്കാഞ്ഞേ? എപ്പോ വിളിച്ച് ഞാൻ കണ്ടൊന്നും ഇല്ല കൃഷ്ണേ, ഞാൻ കണ്ടില്ലടാ. എന്താ ഞാൻ കണ്ടില്ലടാ, അമ്മയായിരിക്കും കണ്ട, അതുകൊണ്ടായിരിക്കട്ടോ. ഞാൻ കണ്ട എടുക്കും. ഞാൻ മിസ്ഡ് കോളെങ്കിലും ഇപ്പം തന്നെ ഞാൻ തിരിച്ച് വിളിക്കില്ലേ. എന്താ വല്ല പ്രാങ്കും ചെയ്യാൻ വിളിച്ചായിരുന്നായിരിക്കും. 2 ആഴ്ച മുമ്പ് വിളിച്ചായിരുന്നു. പ്രാങ്ക് അല്ല, വേറെ കാര്യം പറയാനാ. ആണോ? എന്താ കാര്യം? ചുമ്മാ പറയല്ലേ കൃഷ്ണ, പ്രാങ്ക് ചെയ്യാൻ വിളിച്ചാണെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനെ വിളിക്കും. പക്ഷെ ഇതല്ല, ഞാൻ ആഗ്രയിൽ പോയി, അത് പറയാൻ വിളിച്ചത്. ഞാൻ അറിഞ്ഞ, ഞാൻ ആഗ്രഹിപ്പോയ പ്രാങ്ക് ചെയ്തത് പ്രാങ്ക് ആയിരുന്നെന്ന് എന്നോട് അഹല്യ പറഞ്ഞായിരുന്നേ. ഷോ, ഈ അഹല്യയുടെ ഒരു കാര്യം. അപ്പോൾ പ്രാങ്ക് പാളിയല്ലേ? ഹലോ. ആ ഞാനിപ്പോ നാട്ടിലില്ല. ഞാൻ ആഗ്രയിലാണ്. സ്റ്റാറ്റസ് കണ്ടില്ലേ? ഞാൻ അവിടെയൊക്കെ കണ്ട്, താജ്മഹൽ കണ്ട്, ആഗ്ര ഫോർട്ട് കണ്ട്, ഫുള്ള് പൊളിയാ. ആ പിന്നെ ഇതൊക്കെ എങ്ങനെ പ്രാങ്ക് ആക്കുക? ഇതൊന്നും ഞാൻ പ്രാങ്ക് ആക്കാൻ വേണ്ടി വിളിച്ചത്. ഞാൻ ശരിക്കും വിളിച്ചത്. ഞാൻ ആഗ്രഹ പോയ കാര്യങ്ങളൊക്കെ പറയട്ടെ. അതെന്താന്ന് വെച്ചാല്, ഞാനിത് നമ്മളെ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രെയിനിൽ അതിന് നേരെ പോയത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്. അങ്ങനെ ആന്ധ്ര റെയിൽവേ സ്റ്റേഷൻ 3 ദിവസം. അതായത് വ്യാഴാഴ്ച കയറിയപ്പം ഇന്ന് ഉച്ചയ്ക്ക് എത്തിയത്. എന്നിട്ട് നേരെ നമ്മൾ താജ്മഹൽ പോയി. അവിടെ കയറാൻ കൊടുക്കുന്ന 50 രൂപ. താജ്മഹലിന്റെ അകത്തോട്ട് ആണെങ്കിൽ 250 രൂപ. ഒരാണ് 50, അകത്തോട്ട് ആണെങ്കിൽ 250. ഞാൻ പറഞ്ഞ മാത്രമേ കണ്ടു, അതിന്റെ ഭംഗി പറഞ്ഞാണ്. അകത്തോട്ട് കയറിയില്ല. പിന്നെ നേരെ ആഗ്ര ഫോർട്ടിലോട്ട് പോയി. ആഗ്ര ഫോർട്ടിലാണെങ്കിൽ കൊടുക്കുന്നത് 40 രൂപ.
അവിടെ എല്ലാം കണ്ട് ഫോട്ടോ എടുത്ത് ഇപ്പൊ ഞാൻ അവിടെ റെയിൽവേയിൽ തന്നെ റൂം ബുക്ക് ചെയ്യണം. ആ റൂമിനകത്താണ് ഇപ്പൊ 10:20 രാത്രി നമുക്ക് നാട്ടിലോട്ട് ട്രെയിൻ ഉണ്ട്. സ്ലീപ്പർ സ്ലീപ്പർ ക്ലാസ് 910. ഇതിപ്പോ ഇവിടെ ആദ്യമേ പോകണ്ടേ? അവിടുത്തെ മഹാരാഷ്ട്രയിലെ ഒരു ഇത് കണ്ടു ഞാൻ, ഒരു വെള്ളച്ചാട്ടം. അതിന്റെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. എന്താ ഭംഗി. ഉഫ്. ആ പൊന്നോ കൊടുക്കത്താ പിന്നെ ഞാൻ ഉറക്കത്തിൽ നേരിട്ട് കാണുമായിരുന്നു. അതോ. നീ എവിടെയോ അടിച്ചു പൊളിക്കാൻ പോയെന്ന് മാത്രം എനിക്കറിയാം. ഇനി എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഇറ്റ്സ് എ പ്രാങ്ക്. ഞാൻ ആഗ്രഹിച്ചൊന്നുമില്ല. പക്ഷെ അതൊക്കെ ഒരു എന്റെ സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു. എന്ത്? ആ ഇപ്പൊ പ്രാങ്കിനാ വിളിച്ചേ. എന്നാ ശരി, ഞാൻ ബാക്കിയുള്ളവരും കൂടെ വിളിക്കട്ടെ. ഇനി ആ മാളവിക ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് മോളിനെ വിളിക്കുമ്പോ. ശരി എന്നാ.